ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കുട്ടികളിലെ സ്ക്രീൻ അഡിക്ഷൻ വളരെ കൂടുതലാണ്. മിക്ക മാതാപിതാക്കൾക്കും നല്ല ബോധ്യമുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ റീസെന്റ് നടത്തിയ ഒരു സർവേ പ്രകാരം 75% ഓഫ് ചിൽഡ്രൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ചോദിക്കുന്നത് മൊബൈലാണ്. 93% കുട്ടികൾക്കും പുറത്തു പോയി കളിക്കാൻ യാതൊരു താല്പര്യമില്ല. വീട്ടിനകത്ത് ടിവിയോ മൊബൈലോ കാണാനാണ് താല്പര്യം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സ്ക്രീൻ അഡിക്ഷൻ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് തന്നിരിക്കുന്ന കുറച്ച് റെക്കമെൻഡേഷൻസ് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ 2 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും സ്ക്രീൻ കാണിക്കാതിരിക്കുക. അപ്പൊ മിക്ക മാതാപിതാക്കളും കുട്ടികൾ കരയുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ജോലി തീർക്കേണ്ടിയപ്പം കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. 2 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേന് സ്പീച്ച് ഡിലേ, ഹൈപ്പർ ആക്ടിവിറ്റി, ഇൻഅറ്റൻഷൻ, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. 2 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ കാണിക്കുന്നത് വീഡിയോ കോളിങ്ങിന് മാത്രമായിരിക്കണം. 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസത്തിൽ 1 മണിക്കൂർ മാത്രമാണ് സ്ക്രീൻ അലൗഡ് ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ സ്ക്രീൻ കൊടുക്കുന്ന സമയത്ത് പേരൻസ് കൂടെ ഇരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ ഒന്ന് ശാന്തമായിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് സ്ക്രീൻ കൊടുക്കാൻ പാടില്ല എന്നർത്ഥം. സ്ക്രീൻ കൊടുക്കുന്ന സമയത്ത് മാതാപിതാക്കൾ കൂടെ ഇരുന്ന് കാണുന്ന കണ്ടന്റ് ഡിസ്കസ് ചെയ്യണം. കാണുന്ന കണ്ടന്റ് അവരുടെ പ്രായത്തിനും പക്വതയ്ക്കും ചേർന്ന രീതിക്കുള്ള കണ്ടന്റ് മാത്രമായിരിക്കണം. നമ്മൾ മിക്കപ്പോഴും കാണാറുണ്ട് കുട്ടികൾ ഇൻസ്റ്റഗ്രാം റീൽസ് അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന. അവർ കാണുന്നത് പലപ്പോഴും അവരുടെ പ്രായത്തിന് പറ്റിയ ഒരു കണ്ടന്റ് ആയിരിക്കില്ല. ആവശ്യമില്ലാത്ത വയലൻസ്, ആവശ്യമില്ലാത്ത പലതരത്തിലുള്ള എക്സ്പോഷേഴ്സ് കിട്ടും. അത് നല്ലതല്ല കുഞ്ഞുങ്ങൾക്ക്. ഇതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ സ്ക്രീൻ ഫ്രീ ഏരിയാസ് വേണം. ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, ഡൈനിങ് റൂം ഹാസ് ടു ബി എ സ്ക്രീൻ ഫ്രീ ഏരിയ. ഭക്ഷണം കഴിക്കുന്നത് ഫാമിലി ഒരു ബോണ്ടിങ് ടൈം ആണ്. അപ്പൊ ഇതിന്റെ മാതൃക പേരൻസ് ആണ് കാണിക്കേണ്ടത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കാൻ സമ്മതിക്കരുത്. കിടപ്പുമുറി, ബെഡ്റൂമിനകത്ത് സ്ക്രീൻ നിർബന്ധമായിട്ട് ഒഴിവാക്കണം. കാരണം സ്ക്രീൻസിൽ നിന്ന് വരുന്ന ആ ബ്ലൂ ലൈറ്റ് നമ്മുടെ മെലറ്റോണിനെ സപ്രസ് ചെയ്ത് നമ്മുടെ ഉറക്കത്തെ കെടുത്തുന്നതാണ്. ഉറങ്ങാൻ പ്രയാസമായിരിക്കും, ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ബെഡ്റൂമിനകത്ത് നിർബന്ധമായിട്ടും സ്ക്രീൻ ഒഴിവാക്കുക തന്നെ ചെയ്യുക. അതുപോലെ തന്നെ കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീൻ നിർബന്ധമായിട്ടും ഓഫ് ചെയ്യുക. നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് അതൊരു ഗുഡ് സ്ലീപ്പ് ഹൈജീൻ്റെ ഭാഗമാണ്. ബാത്റൂമിൽ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അത് വെരി അൺഹൈജീനിക് ആണ്. ബാത്റൂമിൽ പോകുമ്പോൾ മൊബൈൽ കൂടെ കൂട്ടാതിരിക്കുക. ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് കുട്ടികളിലെ സ്ക്രീൻ അഡിക്ഷൻസ് പരമാവധി ഒഴിവാക്കാൻ നോക്കാം. താങ്ക്